ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിലൊരു മാങ്ങ അച്ചാർ. വളരെ സ്വാദിഷ്ടവും വളരെ നാൾ കേടുകൂടാതിരിക്കുന്നതുമായ ഒരു മാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കിലോ മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുക്കാം. മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാങ്ങ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി മാങ്ങയിലേക്ക് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ അടച്ച് മാറ്റി വയ്ക്കാം. മാങ്ങ ഉപ്പ് ചേർത്ത് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അച്ചാറിനുള്ള അരപ്പ് തയ്യാറാക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇടുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 15 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ കായപ്പൊടി. ഇനി തീ ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയും അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ എണ്ണയുടെ ചൂടിൽ മാങ്ങ വെന്തുകൊള്ളും. തീ പിന്നീട് കത്തിക്കേണ്ട ആവശ്യമില്ല. തീ പിന്നീട് കത്തിച്ചു കഴിഞ്ഞാൽ മാങ്ങ ഒരുപാട് വെന്ത് പോകും. ഇനി അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ വിനാഗിർ കൂടെ ഒഴിക്കാം. വിനാഗിറും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. വിനാഗിറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അച്ചാർ എപ്പോഴും വെള്ളമയമില്ലാത്ത ഗ്ലാസ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുക. വളരെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.